കോഴിക്കോട് എലത്തൂരിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി വൈശാഖനുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. കൊലപാതകം നടത്തിയ വൈശാഖന്റെ ഉടമസ്ഥതയിലുള്ള ഇൻഡസ്ട്രിയിൽ എത്തിച്ചായിരിക്കും തെളിവെടുപ്പ് നടത്തുക. അതേസമയം സംഭവശേഷം വൈശാഖനും ഭാര്യയും ചേർന്ന് യുവതിയെ കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ദൃശ്യം അമൃത അനസ് പുറത്തുവിട്ടിരുന്നു. യുവതി ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞാണ് വൈശാഖൻ ഭാര്യയെ വിളിച്ചു വരുത്തിയത് എന്നാണ് പോലീസിന്റെ നിഗമനം. കൂടുതൽ വിവരങ്ങളുമായി വർഷ ഗിരീഷ് ചേരുകയാണ്. വർഷ, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ വിവാദമുണ്ടായ ഒരു സംഭവമാണ്. ഏറ്റവും ഒടുവിൽ ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിൽ നിന്ന് വളരെ കൃത്യമാണ് ഈ മൃതദേഹം വൈശാഖനും ഭാര്യയുമായി ചേർന്ന് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യങ്ങളാണ് വരുന്നത്. എന്തായാലും ഇനി പോലീസിന്റെ തുടർ നീക്കങ്ങൾ, നടപടികൾ എന്തൊക്കെയായിരിക്കും? ഗുഡ് മോർണിംഗ് ലിജിൻ സൂചിപ്പിച്ച പോലെ ഒരു ആത്മഹത്യയായി കരുതേണ്ടിയിരുന്ന ഈ ഒരു സംഭവമാണ് കൊലപാതകമെന്ന് എലത്തൂർ പോലീസ് തെളിയിച്ചിരിക്കുന്നത്. അതിന് പ്രധാനമായും പോലീസിനെ സഹായിച്ചത് CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ വൈശാഖന്റെ ഉടമസ്ഥതയിലുള്ള ഇൻഡസ്ട്രിയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസിന് സഹായകമായത്. യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം CCTV വന്ന് ക്ലിയർ ചെയ്യാനായിരുന്നു വൈശാഖന്റെ തീരുമാനം. എന്നാൽ അതിനു മുമ്പ് തന്നെ പോലീസ് ഈ സ്ഥലത്തെത്തിയിരുന്നു. അതാണ് കേസിൽ നിർണായകമായത്. ആത്മഹത്യ കരുതിയ കേസ് അങ്ങനെയാണ് കൊലപാതകമായി മാറിയത്. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. കാരണം ബന്ധുവാണ്, അതോടൊപ്പം തന്നെ സുഹൃത്താണ്. ഈ ഒരു 26-കാരിയെ 16 വയസ്സ് മുതൽ പലതവണ വൈശാഖൻ ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. തുടർന്ന് മൃതദേഹത്തെയും, അതായത് ഈ ഒരു കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹത്തെയും വൈശാഖൻ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ള കാര്യം കൂടെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അത്തരം അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്നുള്ള വ്യാജേനയാണ് ഈ വൈശാഖൻ യുവതിയെ ഈ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ ഈ യുവതിയുടെ കഴുത്തിൽ കുരുക്കിട്ട ശേഷം വൈശാഖൻ സ്റ്റൂൾ തട്ടി മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് കൊലപാതകം നടത്തിയത്. എന്തായാലും പോലീസ് കസ്റ്റഡിയിലാണ് വൈശാഖൻ ഇപ്പോൾ ഉള്ളത്. 5 ദിവസത്തേക്കാണ് വൈശാഖനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇന്നെന്തായാലും ഈ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന മൂരിക്കരയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം അമൃത ന്യൂസാണ് ഈ ഒരു വൈശാഖനും ഭാര്യയും ചേർന്ന് യുവതിയെ കാറിലേക്ക് കയറ്റുന്ന CCTV ദൃശ്യം പുറത്തുവിട്ടത്. ഈ സംഭവം നടന്ന ശേഷം യുവതി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാണ് ഈ വൈശാഖൻ ഭാര്യയെ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തിയത്. ശേഷം ഓട്ടോറിക്ഷയിൽ വർക്ക്ഷോപ്പിൽ എത്തിയ ഭാര്യയും അതേപോലെ വൈശാഖനും ചേർന്ന് യുവതിയെ കെട്ടഴിച്ച് കാറിലേക്ക് കയറ്റുന്നത്. പക്ഷേ ആശുപത്രിയിലേക്കായിരിക്കും കാറിലേക്ക് കയറ്റുന്ന CCTV ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം അമൃത ന്യൂസ് പുറത്തുവിട്ടത്. എന്തായാലും കേസിൽ ഇനിയും നിർണായകമായ ഒരുപാട് തെളിവെടുപ്പുകൾ നടത്താനുണ്ട്. ഇന്നെന്തായാലും എലത്തൂർ പോലീസ് വൈശാഖനുമായി മൂരിക്കരയിലെ വർക്ക്ഷോപ്പിലെത്തി തെളിവെടുപ്പ് നടത്തും. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ 16 വയസ്സ് മുതൽ തന്നെ വൈശാഖൻ തന്നെ ഈ ലൈംഗികമായി പീഡിപ്പിക്കുന്നു, പീഡനത്തിന് ഇരയാക്കുന്നു എന്ന് യുവതി തന്റെ ഡയറിയിൽ എഴുതിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ പോക്സോ കേസ് ചുമത്തി മറ്റൊരു FIR വൈശാഖിനെതിരെ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും പോലീസിന്റെ തെളിവെടുപ്പ് കൂടി വരുമ്പോൾ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി കുരുക്കുമുറുക്കുക എന്നതായിരിക്കുമല്ലോ പോലീസും ലക്ഷ്യം വയ്ക്കുന്നത്, പ്രത്യേകിച്ച് ഇത്രയും അതിക്രൂരമായ ഒരു കൊലപാതകം ചെയ്യുന്ന വേളയിൽ. അതേ ലിജിൻ, തീർച്ചയായും 16 വയസ്സ് മുതൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും ഈ യുവതി ഡയറിക്കുറിപ്പിൽ പറയുന്നുണ്ട്. യുവതി കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് വൈശാഖിനെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് വേണം കരുതാൻ. പലതവണ യുവതിയെ പിന്മാറ്റാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല എന്നുള്ളതാണ് വൈശാഖൻ നൽകിയിരിക്കുന്ന മൊഴി. ഈ വിവരം യുവതി ഭാര്യയോട് പറയുമോ എന്നുള്ള ഭയം കൊണ്ടാണ് വൈശാഖൻ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഒരുമിച്ച് വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാം എന്നുള്ള വ്യാജേന വൈശാഖൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് യുവതിയെ വിളിച്ചു വരുത്തിയത്. അങ്ങനെയാണ് ഈ ഒരു കൊലപാതകം നടത്തിയത്. കൊലപാതകത്തിന് ശേഷവും യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പോലീസിന് CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും പോക്സോ കേസ് വൈശാഖിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പോലീസിന്റെ മറ്റു നടപടികളെല്ലാം. എന്തായാലും അതിനുവേണ്ടി തന്നെയാണ് പോലീസ് വൈശാഖിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ഇന്ന് ആ മൂരിക്കരയിലെ വൈശാഖന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ശേഷമായിരിക്കും കൂടുതൽ നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുക. ശരി, എന്തായാലും കോഴിക്കോട് മാളിക്കടവിലാണ് ഒന്നിച്ച് ജീവനെടുക്കാമെന്ന് യുവതിയെ വിളിച്ചു വരുത്തുകയും ഏറ്റവും ഒടുവിൽ യുവതിയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. അതിൻ്റെ നിർണായക ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വൈശാഖൻ എന്ന പ്രതിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഒരുമിച്ച് ചേർന്നാണ് ഈ മൃതദേഹത്തെ കാറിലേക്ക് കയറ്റുന്നത്. ഭാര്യയോട് അദ്ദേഹം പറഞ്ഞത് ആത്മഹത്യ ചെയ്തു എന്നതാണ്. പക്ഷേ ഈ 16 വയസ്സ് മുതൽ തന്നെ പീഡിപ്പിച്ചിരുന്നു, ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ യുവതി തന്നെ തൻ്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും പോലീസിൻ്റെ തെളിവെടുപ്പ് ഇന്ന് നടക്കുകയാണ്. സ്വാഭാവികമായും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. വർഷയാണ് വിവരങ്ങൾ നൽകിയത്.